ഞങ്ങളുടെ പള്ളി വെച്ച് തന്നെ ഇവിടെ ഇതുപോലൊരു ഗൗണി വന്നു നിന്ന് ഞാനിവിടെ നോട്ട് ചെയ്തു. ആൻഡ് ഫൈനലി ഒരു ഗൗണി ഇതേ ഇപ്പം ഇവിടെ നിൽക്കുന്നു. എപ്പോഴോ ഫ്രണ്ട്സായി. അത് പിന്നെ ഒരു ദിവസം വൈകിട്ട് ഒരൊറ്റ ചോദ്യം, കേട്ടാൻ താല്പര്യമുണ്ടോ? ബിക്കോസ് ഞങ്ങൾ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയി. അപ്പം ഞങ്ങൾ ഓർത്തപ്പോൾ ഞങ്ങൾ തമ്മിൽ ഓക്കെ ആവുന്നത് ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എങ്ങനെ So ആദ്യമായി our handsome groom Mr. Alan Elia, പ്രിയതമ our gorgeous bride Amalu Sara Sahu. അപ്പോൾ എല്ലാവരും മംഗളാശംസകളും. ഹാപ്പി മാരീഡ് ലൈഫ്, ഹാപ്പി മാരീഡ് ലൈഫ്, വെൽക്കം ടു ക്ലബ്. എല്ലാ ദിവസവും വൈകിട്ട് ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നൊരു വിഷമമാണ്, എടാ നടക്കുമെന്ന് സംശയമാണ്. ഞങ്ങൾ രണ്ടുപേരും സ്ട്രോങ്ങാണ്. പക്ഷേ മറ്റു കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അന്നേരം ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, എടാ നീ ധൈര്യമായിട്ടിരിക്കും, സിമ്പിളായിട്ട് പരിപാടി നടന്നോളൂ. പക്ഷെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവൻ മാത്രമല്ല അവളും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരിന്ന് ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയിട്ട് ഞങ്ങളുടെ എല്ലാം മനസ്സിലൊരു സന്തോഷം വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ആ റിലേഷൻഷിപ്പിലിട്ട എഫേർട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ 2-3 പേരിപ്പം ഇല്ല, പുറത്താണ്, അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് രാത്രി വന്നിട്ട് അതെ ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ കളിയാക്കി വിട്ടു, ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞിട്ട്. പിന്നെ പിറ്റേന്ന് സീരിയസ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു താല്പര്യമില്ല. നമ്മുടെ ആവശ്യമാവോ, നമ്മൾ പണിയെടുത്തു. ബൈക്കൊക്കെ കേൾക്കാനായിട്ട് അവിടെ വിളിച്ചിരുന്ന് കേൾക്കുമായിരുന്നു. അവർ വെട്ടത്തേക്ക് വന്നു. ഒന്ന് ഫേസ് കാണിക്കോ? ദിസ് ഇസ് അലൻ, ദിസ് ഇസ് അമലു, ദിസ് ഇസ് ഫസ്റ്റ് ഏട്ടാ. അങ്ങോട്ട് ഡ്രസ്സിംഗ് റൂമിന് അങ്ങോട്ട് പോയപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കല്യാണം കഴിക്കാനായിട്ട് പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ഫീലും ടെൻഷനും ഉണ്ട്. ആ ഒരു സംഭവം എല്ലാവർക്കും മനസ്സിലാകത്തില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ പോലെയാണ് ജീവിതവും. ഒരു 2-3 months അടുത്ത് വന്നിട്ടുള്ളൂ. ഞാൻ ദുബായിലായിരുന്നു, ആൾ നാട്ടിലായിരുന്നു. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷെ ഞാൻ അവിടെ എന്താന്നുള്ളത് ഇവനിവിടെ മനസ്സ് അതുപോലെ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വിളിച്ചില്ലേൽ അറിയാം എന്താന്ന്, വിളിച്ചാൽ അറിയാം, സൗണ്ട് കേട്ടാൽ അറിയാം, നോട്ടത്തിൽ അറിയാം. അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് കൈയ്യടി കൊടുക്കുവാണ്.